ലഹരിയും വിദ്യാർത്ഥി രാഷ്ട്രീയവും. മാർച്ച് 29 ശനിയാഴ്ച രാത്രി 7 മണിക്ക് നേർരേഖയിൽ വിദ്യാർത്ഥി നേതാക്കൾ മനസ്സ് തുറക്കുന്നു. വിദ്യാർത്ഥി നേതാക്കൾ ലഹരി മാഫിയയിലെ കണ്ണികളോ? ക്യാമ്പസുകളിൽ നിന്നും രാഷ്ട്രീയം വഴിമാറുമ്പോൾ പിടിമുറുക്കുന്നത് ലഹരി മാഫിയയോ? ഇതൊക്കെ പ്രേക്ഷകർ കേൾക്കുകയാണ്. അവരാ ചോദിക്കുന്നത്. കൊലക്കേസിലെ പ്രതി ലഹരി മാഫിയ നേതാവിനോടൊപ്പം വേറൊരു നേതാവ് വെള്ളം അടിച്ചിട്ട് വേറൊരു നേതാവിനെ അടിക്കുക, അതിന് പരാതിയായിട്ട് പോവുക. യേശുവിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പരാതി മേൽ കമ്മിറ്റിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി അതിനെതിരെ ഒരു നടപടി എന്ത് തന്നെയായാലും ഉണ്ടാവും. മാധ്യമത്തിന്റെ പലതരത്തിലുള്ള സൃഷ്ടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം മദ്യപിച്ച് എന്നുള്ള തരത്തിലൊക്കെ ഈ വാർത്തകൾ പരതി മുന്നോട്ട് പോയത്. ഇത്തരത്തിലൊരു വാർത്ത കിട്ടിയതിനു ശേഷം മാധ്യമങ്ങൾ അത് വളച്ചൊടിച്ച് മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയായിട്ട് ഈ പറയുന്ന പോലെ കണ്ണൂരിൽ തന്നെ നമുക്ക് വ്യക്തമായി അറിയാം, നിരവധി കൊലക്കേസിൽ പ്രതിയായ ആകാശ് തില്ലങ്കേരി പോലെയുള്ള ആൾക്കാർക്ക് ഉപഹാരം ഉൾപ്പെടെ സമർപ്പിച്ചത് ആരൊക്കെയാണ് എന്നുള്ളത് ഇവിടെ പറഞ്ഞു തരേണ്ട ആവശ്യകതയൊന്നുമില്ല. കുട്ടികൾക്കിടയിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ റോൾ എന്താ? കേരള രാഷ്ട്രീയത്തിൽ കുട്ടികൾക്ക് റോൾ മോഡലാക്കാവുന്ന നേതാക്കൾ ആരെല്ലാം? ഏറ്റവും കൂടുതൽ റോൾ മോഡലാക്കാൻ വേണ്ടി പറ്റുന്ന നേതാവ് തന്നെയാണ് സംസ്ഥാനത്ത് ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ ക്യാമ്പസിലൂടെ പ്രവർത്തിച്ചു വന്ന ഒരാൾ. SFIയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു വിദ്യാർത്ഥി ഒരിക്കലും റോൾ മോഡലാക്കാൻ വേണ്ടി പാടില്ലാത്ത ഒരാളാണ്. അല്ലെങ്കിൽ രാഷ്ട്രീയം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരിക്കലും കേട്ട് പരിചയപ്പെടാൻ വേണ്ടി പാടില്ലാത്ത അല്ലെങ്കിൽ റോൾ മോഡലാക്കാൻ വേണ്ടി പാടില്ലാത്ത ഒരാളാണ് കെ സുധാകരൻ എന്ന് ഒരു സംശയം കൂടാതെ ഞങ്ങൾ പറയും. കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നും കുട്ടികൾ അകലുന്നത് എന്തുകൊണ്ട്? ഇത്തരം നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളുമായി SFI സംസ്ഥാന കമ്മിറ്റി അംഗം ജോയൽ തോമസ്, KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ആഷിത് അശോകൻ എന്നിവർ മനസ്സു തുറക്കുന്നു. കാണുക നേർരേഖ, അറിയുക പുതിയ കാലത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയം.